ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 24 വ്യാഴാഴ്ച പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെ തെലുങ്ക് സിനിമയാണ് ഹരിഹര വീരമല്ലു പാർട്ട് 1. 17ാം നൂറ്റാണ്ടിലെ മുഗൾ സാമ്രാജ്യവും കോഹിനൂർ രത്നവും മോഷണവും ഒക്കെ പ്രമേയമാക്കിയ ഈ സിനിമ പവൻ കല്യാൺ എന്ന തെലുങ്ക് സൂപ്പർ താരത്തിന്റെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ച പ്രേക്ഷകർക്ക് നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്ക് ശേഷം തന്നെ മികച്ച അഭിപ്രായമല്ല സിനിമ നേടിയെടുത്തിരുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ക്രിഷ് ജഗർലമുടിയാണ്. ക്രിഷ് ജഗർലമുടി, AM ജ്യോതികൃഷ്ണ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നിധി അഗർവാൾ, ബോബി ഡിയോൾ, നർഗീസ് ഫക്രി, സത്യരാജ്, നോറ ഫത്തഹി, വിക്രംജിത്ത് വിർക്ക് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 35 കോടിയോളം രൂപ ഇന്നലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരുന്നു. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടി വിടുന്ന ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 55 കോടി റേഞ്ചിൽ ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുക്കാനാണ് സാധ്യത. യാഷ്രാജ് ഫിലിംസ് നിർമ്മിച്ച് മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ 18 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് സയാര. അഹാൻ പാണ്ഡെ, അനീത് പദ്ദ എന്നിങ്ങനെ പുതുമുഖ താരങ്ങൾ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 183 കോടി രൂപയായിരുന്നു. 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 220 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 20 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 30 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 250 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി പ്രവീൺ നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 17 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് JSK. ചിത്രം ഇന്നലെ വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 4 കോടി 85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 5 കോടി 15 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6-6.5 കോടി റേഞ്ചിലാണ്. നാളെ ജൂലൈ 25 വെള്ളിയാഴ്ച മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവർ പ്രധാന താരങ്ങളായി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മാരീസൺ എന്ന തമിഴ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. V. കൃഷ്ണമൂർത്തി തിരക്കഥെഴുതിയ ഈ സിനിമയിൽ കോവൈ സരള, വിവേക് പ്രസന്ന, സിതാര, PL തേനപ്പൻ, ലിവിങ്സ്റ്റൺ, രേണുക, ശരവണ സുബ്ബയ്യ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കലൈശെൽവൻ ശിവാജിയാണ്. എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗം, സംഗീതം യുവാൻ ശങ്കർ രാജയുമാണ്. 2 മണിക്കൂർ 32 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. വിജയ് സേതുപതി നായകനാകുന്ന തലൈവൻ തലൈവി എന്ന തമിഴ് സിനിമ നാളെ ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. പാണ്ഡിരാജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ റൊമാന്റിക് ആക്ഷൻ കോമഡി ചിത്രത്തിൽ നിത്യ മേനോൻ, യോഗി ബാബു, റോഷിനി ഹരിപ്രിയൻ, ചെമ്പൻ വിനോദ്, ദീപ ശങ്കർ, ശരവണൻ, RK സുരേഷ് എന്നിങ്ങനെയാണ് താരങ്ങൾ. 2 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ സത്യജ്യോതി ഫിലിംസാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഛായാഗ്രഹണം സുകുമാറും, പ്രദീപ് E. രാഘവ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സന്തോഷ് നാരായണനാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നത്. ഒരു റൊണാൾഡോ ചിത്രം എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. അനുരാഗം, പാലും പഴവും, ക്യൂൻ എന്നിങ്ങനെ ഒട്ടേറെ സിനിമകളിലൂടെ ശ്രദ്ധേയനായ അശ്വിൻ ജോസാണ് ഈ സിനിമയിൽ നായകനായി അഭിനയിക്കുന്നത്. റിനോയ് കല്ലൂർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ലാൽ, അൽത്താഫ് സലീം, ഹന്ന റജി കോശി, അനീഷ് G. മേനോൻ, അന്തരിച്ച മേഘനാഥൻ, പ്രമോദ് വെളിയനാട്, കലാഭവൻ റഹ്മാൻ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. ഫുൾഫിൽ സിനിമാസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് PM ഉണ്ണികൃഷ്ണനാണ്. എഡിറ്റിംഗ് സാഗർദാസും, സംഗീതം ദീപക് രവിയുമാണ്. പട്ടായക്കഥ എന്നൊരു സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. ചിത്രം തിരക്കഥ സംവിധാനം ചെയ്തിട്ടുള്ളത് AGS ആണ്. വടിവേൽ ചിത്തരങ്കൻ, മനു കൂമ്പാരി, ക്രിസ്റ്റി ബെന്നറ്റ്, അനുഗ്രഹ സജിത്ത് എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം മിഥുൻ ബാലകൃഷ്ണനും വിജേഷ് വാസുദേവനും ചേർന്നാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അരവിന്ദ് രാജുമാണ്. മൂൺലൈറ്റ് ക്രിയേഷൻസിന്റെ മറയിൽ ബൈജു P. ജോൺ ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നവാഗതനായ ഷംനാഥ് സംവിധാനം ചെയ്യുന്ന വലംപിരി ശംഖ് എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ആഷിഖ് BS, രാജേഷ് ദേവരാജ്, അജീഷ് കുമാർ എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. പുതുമുഖ താരങ്ങളായ ഷഹനാദ് ഷാജി, രാജേഷ് ദേവരാജ്, പ്രമുഖ യൂട്യൂബർ ഷിജോ P. എബ്രഹാം, ജാക്സൺ ജോസ്, രാജേഷ്, പ്രിജു ജോസഫ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ ചിത്രത്തിന്റെ DOP ചെയ്തിരിക്കുന്നത് ശരത് സജി, ആകാശ് സത്യൻ എന്നിങ്ങനെ 2 പേർ ചേർന്നാണ്. വിൻസൻ ചാക്കോ സംഗീതവും സംവിധായകനായ ഷംനാഥ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന മഹാവതാർ ഫ്രാഞ്ചൈസിയിലെ ആദ്യ സിനിമയായ മഹാവതാർ നരസിംഹ നാളെ ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. പാൻ ഇന്ത്യ റിലീസായി ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എന്നിങ്ങനെ 5 ഭാഷകളായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമ അശ്വിൻ കുമാറാണ് സംവിധാനം ചെയ്യുന്നത്. നാളെ ജൂലൈ 25 വെള്ളിയാഴ്ച 3 മലയാള സിനിമകൾ, 2 തമിഴ് സിനിമകൾ, 1 കന്നഡ സിനിമ ഉൾപ്പെടെ 6 സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന സിനിമകളെക്കുറിച്ചും നാളെ തിയേറ്ററിൽ എത്തുന്ന സിനിമകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.